വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഒരിക്കൽ കൂടെ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. വീക്കെൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു, ഫ്രൈഡേയിലേക്ക് എത്തിയിരിക്കുന്നു. ആമേൻ. നമ്മൾ ഈ ഫ്രൈഡേയിലേക്ക് നമ്മൾ ആരംഭിക്കുന്നത് സ്തുതിയാലായിരിക്കും. നമുക്കൊരു നിമിഷം എടുത്ത് കർത്താവിനെ നാം ഒരുമിച്ചൊന്ന് സ്തുതിക്കാമോ? കർത്താവിൻ്റെ സ്തുതികൾ നമ്മുടെ അതരത്തിൽ ഈ സമയത്ത് എടുക്കുക, കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ആമേൻ. എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ അവൻ്റെ ആലയത്തിൽ പ്രവേശിക്കാം. ഹല്ലേലൂയ. ഈ എപ്പിസോഡിലേക്ക് നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ നന്ദിയോടെ പ്രവേശിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി മെമ്പേഴ്സിനെ ഈ സമയത്ത് ഞാൻ വെൽക്കം ചെയ്യുന്നു. കർത്താവ് എത്ര വിശ്വസ്തൻ. ആമേൻ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു കീ സ്പോൺസറുണ്ട്. നമുക്ക് ഒരു വെൽവിഷറാണ് എറണാകുളത്ത് നിന്ന്. ഈ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവവേലയുടെ ഒരു പങ്കാളിയായി മുൻപിലേക്ക് വന്നതുകൊണ്ട് കർത്താവെ, ബിസിനസ്സിൽ വലിയ അനുഗ്രഹങ്ങൾ കാണട്ടെ, കുടുംബജീവിതത്തിൽ വലിയ വലിയ ബ്ലെസ്സിങ്സ് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും ലൈഫിൽ ഫേവർ അപ്പോൺ ഫേവർ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബ്ലെസ്സിങ്, അങ്ങയുടെ ഫേവർ, അങ്ങയുടെ അനോയിൻറ്റിങ്, അങ്ങയുടെ കരുതൽ എല്ലാം ഈ സഹോദരൻ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ്. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ റെവലേഷൻ ബൈബിൾ സ്റ്റഡി സീരീസിൻ്റെ അവസാനത്തെ ദിനമാണ്. ദ ഗ്രാൻഡ് ഫിനാലെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഫുൾ സീരീസിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഏറ്റവും നല്ലൊരു എൻഡിങ്ങാണ് ബൈബിളിലുള്ളത്. ബൈബിൾ ഒരു തോട്ടത്തിൽ ആരംഭിക്കുന്ന, ഒരു തോട്ടത്തിൽ അവസാനിക്കുന്നു. ആൻഡ് നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കാം. ഇന്ന് രാത്രി 7 മണിക്കാണ് നിങ്ങൾ കൊച്ചിയിൽ നേരിട്ട് കടന്നു വരിക. അപ്പോൾ തന്നെ കൊച്ചിയിലേക്ക് വരാൻ പറ്റാത്ത വ്യക്തികളുണ്ടെങ്കിൽ ലൈവിൽ കാണാൻ പറ്റും. ആമേൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അമേസിങ്. നമുക്ക് ഡിസംബർ 31 നമ്മുടെ ന്യൂ ഇയർ ബ്ലെസ്സിങ് ഈ ദിവസങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നു. എക്സൈറ്റ്മെൻ്റ് എല്ലാം വർദ്ധിക്കുന്നു. വി ആർ എക്സൈറ്റഡ്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കടവന്ത്രയിൽ വെച്ചാണ് രാത്രി 7 മണി മുതൽ 1 മണി വരെ, 1 AM ഇൻ ദ മോർണിംഗ്. 2026 നമ്മൾ ദൈവിക വാഗ്ദാനത്താൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ തന്നെ ഈ സൺഡേ ഡിസംബർ 21 നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സൺഡേ സർവീസ് ആണ്. സോ ക്രിസ്മസ് സൺഡേ സർവീസിലേക്ക് നമുക്ക് എല്ലാവർക്കും വന്നു ചേരാം. അതിനുവേണ്ടി തയ്യാറെടുക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരും ലൈഫിൽ ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയാകാം. ഇന്നും നാളെയും കൊണ്ട് നമ്മൾ ഈ സീരീസ് ക്ലോസ് ചെയ്യുകയാണ്. ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചു. ഒത്തിരി ഇൻഫർമേഷൻ ഞാൻ ഇതിനെ അകത്ത് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത്ര പേര് ഇത് വ്യക്തമായി എൻ്റെ നോട്ട്സൊക്കെ എഴുതി നിറഞ്ഞുകൂടെ. ഇതൊരു സ്റ്റോറി ആണെങ്കിലും, സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്ഷൻ അല്ല, ഒരു സാങ്കല്പിക കഥയല്ല, ഇത് റിയൽ സ്റ്റോറിയാണ്. പക്ഷേ യോസഫിൻ്റെ ചരിത്രത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്നെ നോക്കി നടത്താൻ ഞാനുണ്ട്. അപ്പനും അമ്മ ഉപേക്ഷിച്ചാലും സഹോദരങ്ങൾ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. സങ്കീർത്തനങ്ങൾ 27:10 പറയുന്നതാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും ദൈവമേ നീ എന്നെ കാത്തുകൊള്ളും, നീ എന്നെ ചേർത്തുകൊള്ളും. ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു, ഇങ്ങനൊരു മകൻ എനിക്കില്ല, ഇങ്ങനൊരു മകൾ എനിക്കില്ല, നീ ഈ വീട്ടിൽ പിറന്നതല്ല, നീയുമായി ഒരു ബന്ധവുമില്ല, ഈ വീടിനകത്ത് നീ കയറരുത് എന്നൊക്കെ പറഞ്ഞ അപ്പനും അമ്മയും ഉപേക്ഷിച്ച ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അപ്പനും അമ്മ ഉപേക്ഷിച്ചാലും നിനക്ക് ഈ ഭൂമിയിൽ ഒരാകാരവും ഒരു ജീവനും ഒരു ജീവിതവും തന്ന ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13:5 പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അത് വിശ്വസിക്കണം. എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ള ഒത്തിരി പേർ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ എന്നെ വേണ്ട, എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട. 49-ാമത്തെ അധ്യായം യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കൂ? നോ. ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാനുള്ള ഉത്തരം നോ. പിന്നെ പറയാം, അവൾ മറന്നാലും
ഞാൻ നിന്നെ മറക്കുകയില്ല. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പോരെ. സോ ഞാൻ ഈ പല പ്രാവശ്യം പറഞ്ഞ പോലെ ഈ യോസഫിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ ഐ ബിക്കം വെരി ഇമോഷണൽ. ബിക്കോസ് ദാറ്റ് ഈസ് മൈ ലൈഫ്, ദാറ്റ് ഈസ് ജീസസ് ലൈഫ്, ദാറ്റ് ഈസ് ദ ലൈഫ് ഓഫ് മെനി പീപ്പിൾ അറൗണ്ട് ദ ഗ്ലോബ്. സോ ഒന്നവൻ്റെ ക്ലോസ് ഇത് അവസാനിപ്പിക്കാൻ താല്പര്യമില്ല, പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. ഓൾറൈറ്റ്, നമുക്ക് ഇനി 49, 50 2 അധ്യായങ്ങളാണുള്ളത്. 48 അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടത് യാക്കോബിന് വയ്യാതായി, 147 വയസ്സായി, താൻ ദീനമായി സുഖമില്ലാതെ കിടക്കുക. അറിയിപ്പ് കൊട്ടാരത്തിൽ വന്നു, യോസഫിൻ്റെ അടുക്കൽ വന്നു. ഗവർണറുടെ വീട്ടിൽ അറിയിപ്പ് കിട്ടി, നിൻ്റെ ഫാദറിന് വയ്യ. താൻ പോയപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി മുതലാക്കുവാൻ വേണ്ടി തൻ്റെ 2 മക്കളെ കൊണ്ടുപോയി, മനശ്ശെ, എഫ്രായിം. എന്തിനാ കൊണ്ടുപോയി? മനഃപൂർവ്വമാണ്. അതൊരു ദൈവിക നിയോഗമാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെയല്ലേ, അപ്പനെ കാണാൻ പോകും, അമ്മയെ കാണാൻ പോകും, ഒരാളുണ്ട് ഇന്ന മോനെ കൊണ്ടുപോകണം, ഇന്ന മോളെ കൊണ്ടുപോകണം, ഒരു പ്രത്യേക നിയോഗം, ദൈവത്തിൽ നിന്നൊരു നിയോഗം തോന്നുകയാണ്. അവരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണം. ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ തനിക്കറിയാം, ഇന്ന് ഒരു വലിയ ബ്ലെസ്സിങ് എൻ്റെ മക്കളുടെ മേൽ വരാൻ പോകും. ആ ഡേ ഒരു ഹിസ്റ്ററി ആയിരുന്നു. കാരണം ഈ യാക്കോബിന് അഥവാ ഇസ്രായേലിന് 12 മക്കളുണ്ട്. പക്ഷേ ആ 12 മക്കളിലേക്ക് തൻ്റെ 2 മക്കളെ ആ നമ്പറിലോട്ട് കയറ്റുന്ന ദിവസമായിരുന്നു അത്. ചെറിയ കാര്യം വല്ലതുമാണ്, ഒരു ജനറേഷൻ മുകളിലോട്ട് കയറ്റം. എഫ്രായിമിന്, മനശ്ശയ്ക്ക് എഫ്രായിമിനും കിട്ടി. അവിടെ ചെന്നപ്പോൾ തീരെ വയ്യാതെ കിടക്കുകയാണെങ്കിലും ഉള്ള ശക്തി കൊണ്ട് താൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ദൈവം നടത്തിയ വിധങ്ങളൊക്കെ ഒന്ന് സ്മരിച്ചു. ബാല്യകാലം മുതൽ കഷ്ടത അനുഭവിച്ച സമയം മുതൽ ദൈവം കൂടെ ഇരുന്നതും, ദൈവം കനാൻ ദേശം അവകാശമാക്കി തന്നതും, അബ്രഹാമിനോടും ഇസഹാക്കിനോടൊക്കെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓർത്തു. തന്നെ സന്താനപുഷ്ടിയുള്ളവരാക്കി ഒരു ജനസമൂഹമായി മാറ്റുമെന്നും ശാശ്വത അവകാശമായി കനാൻ നാട് തരുമെന്നും ഒക്കെ ദൈവം പറഞ്ഞതൊക്കെ യോസഫിനോട് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം യാക്കോബിന് മനസ്സിലായി, ഇവിടുത്തെ അഥവാ മിസ്രൈമിലുള്ള തൻ്റെ ഗോഷൻ നാട്ടിലുള്ള സ്റ്റേ ഒരു ടെമ്പററി സ്റ്റേ ആണ്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഇവിടെ നിന്നും ദൈവം മടക്കി വരുത്തും. പക്ഷെ ആ മടക്കി വരുത്തുന്നതിനിടയിൽ 430 വർഷം എടുത്തു. മൊത്തത്തിൽ 430 വർഷം ആ നാട്ടിൽ അവർ പിന്നീട് പിൽക്കാലത്ത്, ഇപ്പോൾ അവർ ഏറ്റവും ടോപ്പ് ലെവലിലാണ്. എന്നാൽ പിന്നീട് അവരറിയാത്തൊരു ഫറവോൻ എഴുന്നേറ്റപ്പോൾ അടിമകളായിപ്പോയി. എന്ന് മാത്രമല്ല, ഈ നാട്ടിൽ വെച്ച് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ദൈവം പറഞ്ഞു, ഈ നാട്ടിൽ വെച്ച് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ആ നാട്ടിൽ വെച്ച് 70 പേർ 30 ലക്ഷമായിട്ട് വർദ്ധിച്ചു. നിസ്സാര സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ ജാതിയായി, ഒരു ഹ്യൂജ് നേഷനായിട്ട് അവർ അതിനകത്ത് തന്നെ വർദ്ധിച്ചു. അതും പ്രതികൂലങ്ങളുടെ നടുവിൽ. അറിയാലോ, ആ കാലഘട്ടത്തിൽ ഇപ്പോൾ യോസഫ് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഓണർ ചെയ്യപ്പെടുന്ന ടോപ്പ് ലെവലിലാണ്. എന്നാൽ അവർ നേരെ അടിത്തട്ടിലേക്ക് പോയി, അടിമകളായിപ്പോയി. യോസഫ് ആദ്യം വന്ന പോലെ അടിമകളായിട്ട് വീണ്ടും തിരിഞ്ഞു. അടിമവേല ചെയ്തു. അവർക്ക് ശരിയായ രീതിയിൽ സാലറി ഇല്ല, വർക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ ഇല്ല. പക്ഷേ പീഡകന്മാർ അവരെ ഒത്തിരി ഊഴിയവേല കൊണ്ട് പീഡിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയി. എന്നാൽ അപ്പോൾ ദൈവം ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ ദൈവത്തെ പറയുന്നത് ഹീസ് ദ ഗോഡ് ഓഫ് ജനറേഷൻസ്, തലമുറകളുടെ ദൈവമാണ്. നിങ്ങളുടെ മാത്രം ദൈവമല്ല, നിങ്ങളുടെ അങ്ങോട്ടുള്ള തലമുറകളുടെ ഒക്കെയും ദൈവമാണ്. ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനം, ഈ സത്യദൈവത്തെ സേവിക്കുവാൻ എടുക്കുന്ന തീരുമാനം മക്കളുടെ മേൽ അനുഗ്രഹമാണ്, അതിൻ്റെ മക്കളുടെ മേൽ അനുഗ്രഹമാണ്, തലമുറകൾക്ക് അനുഗ്രഹമാണ്. അബ്രഹാം ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടല്ലേ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടത്. ഇസഹാക്ക് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ തന്നെ യാക്കോബ് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു, മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടു, തൻ്റെ ഗോത്രങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു.
ഇനി 48 അവസാനം നമ്മൾ കാണുന്നത് കൈ ഇങ്ങനെ പിണച്ചു വെച്ച് മനശ്ശെയെയും എഫ്രൈമിനെയും അനുഗ്രഹിക്കുന്നു. വലം കൈ കൊണ്ട് ഇളയവനെയും ഇടം കൈ കൊണ്ട് മൂത്തവനെയും അനുഗ്രഹിച്ചു. അത് സാധാരണ സംഭവിക്കാറില്ല. പക്ഷേ ദൈവികമായ നിയോഗത്തിൽ പറഞ്ഞു, എഫ്രൈം ഇളയവനാണ്, അനുജനേക്കാൾ ഒരു ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു. അനുഗ്രഹമെല്ലാം നടന്നു. എനിവേ 49 അധ്യായം വളരെ സ്പെഷ്യലാണ്. 49 അധ്യായത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ പഴയ നിയമമൊക്കെ വായിച്ച് ഈ ഭാഗത്തെത്തിയ സമയത്തൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ 12 മക്കളെയും ചുറ്റിലും വിളിച്ചു വരുത്തിയിട്ട് അനുഗ്രഹിക്കുകയാണ്. വെറുതെ ഒരു കർത്താവിനെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ വരച്ച് പറയുന്ന പരിപാടിയല്ല. അവരുടെ ഫ്യൂച്ചർ പ്രവചിക്കുകയാണ്. താനൊരു പ്രവാചകനായി പ്രവചനാത്മാവിൽ ഓരോ വ്യക്തിക്കും ഗോത്രത്തിനും ഭാവിയിലേക്ക് വരുവാനുള്ള കാര്യങ്ങൾ താൻ പ്രവചിക്കുന്നു. അപ്പോൾ എത്ര ഭയങ്കരമായി ദൈവത്തിൻ്റെ ആത്മാവ് തന്നിലൂടെ ആ മരിക്കുന്നതിന് തൊട്ടുമുള്ള നിമിഷങ്ങളിൽ പ്രവർത്തിച്ചു. അത് നല്ലൊരു അന്ത്യമല്ലേ. എനിവേ 49 അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. വാട്ട്? Then Jacob called for his sons and said, gather around, so I can tell you what will happen to you in the days to come. എത്ര ഭയങ്കരമാണ്. മരണക്കിടക്കെ കിടന്നുകൊണ്ട് നിനക്ക് വരാനുള്ളതിന് നിനക്ക് ഇങ്ങനെ വരും, നിന്റെ ഭാവി ഇങ്ങനെയായിരിക്കുന്നു. 12 പേരോട് പ്രവചിക്കുകയാണ്. വാവ്. യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവി തരുവിൻ. എന്നിട്ട് അവിടം തുടങ്ങി അങ്ങോട്ട് ഓരോരുത്തർക്കുമുള്ള പ്രവചന ദൂതുകൾ പറയുകയാണ്. എല്ലാം ഒന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. ഒന്ന് ഓടിച്ചു പോയ ശേഷം ഈ യോസഫിന് കൊടുക്കുന്ന അനുഗ്രഹം ഒന്ന് ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. 3-ാമത്തെ വചനത്തിൽ രൂബേനാണ്. രൂബേനെ, നീ എൻ്റെ ആദിജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദിഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി. എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. 35-22 നമ്മളത് കാണുന്നുണ്ട്. While Israel was living in that region, Reuben went in and slept with his father's concubine Bilhah, and Israel heard of it. ഈ മൂത്ത മകൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയായ ബിൽഹയോടൊപ്പം ശയിച്ചു. അതിനാൽ തന്നെ അവൻ്റെ മേലൊരു ശാപം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഏറ്റവും മൂത്തവനോട് പറയാം, നീ ശ്രേഷ്ഠനാകുകയില്ല എന്ന് പറഞ്ഞാൽ, turbulent as the waters, you will no longer excel, for you went up into your father's bed, onto my couch and defiled it. അടുത്ത ശിമയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ വാളുകൾ. അറിയാലോ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഷെഖേമിൽ ഈ ദീന എന്ന് പറയുന്ന ഇവരുടെ സിസ്റ്ററെ ഷെഖേമിലുള്ള രാജാവിൻ്റെ മകൻ ഡിഫൈൽ ചെയ്തു, അബ്യൂസ് ചെയ്തു, റേപ്പ് ചെയ്തു. ആ സമയത്ത് കല്യാണം കഴിച്ചു തരാനൊക്കെ പറഞ്ഞു വന്നു. എങ്കിലും ഇവർ പറഞ്ഞു, ഞങ്ങളുടെ സിസ്റ്റർ കല്യാണം കഴിക്കണം, നിങ്ങൾ സർക്കംസിഷൻ ചെയ്യണം, പരിച്ഛേദന ചെയ്യണം. അവരതിനും വഴങ്ങി. പക്ഷേ പരിച്ഛേദന കഴിഞ്ഞ ഒരു വേദനയോട് ഇരിക്കുന്ന സമയത്ത് എല്ലാ പുരുഷന്മാരും ഒരു വാളുകൊണ്ട് ഈ ശിമോനും ലേവിയും ചേർന്ന് കൊന്നുകളഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ശിമോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. എൻ്റെ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ്റെ മനമേ, അവരെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. പപ്പൻ അവസാനത്തെ വാക്കുകളിൽ അനുഗ്രഹമാണ് പറയുന്നതെങ്കിലും ചിലർക്ക് അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും നിമിത്തമുള്ള ഒരു ശിക്ഷണവും ശാപമൊക്കെ കിട്ടുന്നുണ്ട്. അടുത്തത് 8-ാമത്തെ വചനത്തിൽ, യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും,
നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതിയും കിടക്കും. ആറവൻ എഴുന്നേൽപ്പിക്കും. ഇനി 10ാമത്തെ വചനം ഒന്ന് കേട്ടോ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളിടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു. അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു. ഇത്രയും കാര്യം യഹൂദയെക്കുറിച്ച് പറഞ്ഞതാണ്. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. ഇതിനിടയിൽ ഒരു മെസ്സിയാനിക് പ്രോഫസി കയറി വന്നിട്ടുണ്ട്. 10ാമത്തെ വചനത്തിൽ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളിടയിൽ നിന്ന് നീങ്ങിപ്പോയില്ല. എന്ന് വെച്ചാൽ യഹൂദ ഗോത്രം ഒരു രാജകീയ ഗോത്രമായി തീരാൻ പോകുന്നു. അവൻ വാഴും. യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ദാവീദ് ജനിച്ചത്. അവൻ രാജാവായി. ഇനി അവകാശമുള്ളവൻ വരുവോളം എന്നുദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെയാണ്. വരുവോളം നിന്റെ രാജ്യത്വം തുടരും. യേശുവും ആ യഹൂദ ഗോത്രത്തിലാണ്. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അതിനെക്കുറിച്ചെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ ഗോത്രത്തിൽ നിന്നാണ് രാജാധിരാജാവായവൻ പിറക്കുന്നത്. സോ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, മരിക്കാറായിരിക്കുന്ന മനുഷ്യൻ ഇപ്പോഴും ദൈവാത്മാവിൽ ഓരോ മക്കൾക്കും അവരുടെ ഗോത്രങ്ങൾക്ക് അവരുടെ മുന്നോട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാനുള്ളത്, യുഗങ്ങൾക്ക് ശേഷം വരാനുള്ളത് ആ മനുഷ്യൻ പ്രവചിക്കുക. എത്ര വലിയ ഒരു ദൈവമനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓൾറൈറ്റ്, ഇനി അടുത്തത് 13ാമത്തെ വചനത്തിൽ സബുലൂൻ സമുദ്രതീരത്ത് വസിക്കും. അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും. അവൻ്റെ പാർശ്വം സീദോൻ വരെയാകും. ഈ ഓർക്കുന്നുണ്ട്, പിൽക്കാലത്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സെബുലൂൻ നഫ്താലി ദേശങ്ങളിലൂടെ യേശുപോയി. കടൽ തീരത്തുള്ള ജനങ്ങൾ എന്ന് വെച്ചാൽ സെബുലൂൻ്റെ അവകാശം പിന്നീട് കിട്ടാൻ പോകുന്നത് സീഷോറിലായിരിക്കും, കടൽ തീരത്തായിരിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സെബുലൂൻ നഫ്താലി ദേശങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ കടൽ തീരത്തൂടെ യേശു പോവുകയാണ്. അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും. അവൻ്റെ പാർശ്വം സീദോൻ വരെയാകും. എന്ത് യാക്കോബ് പ്രവചിച്ചു അതുപോലെ തന്നെ അവർക്ക് സംഭവിച്ചു. അപ്പം എത്രത്തോളം വലുതാണ് അപ്പൻ്റെ അനുഗ്രഹം, അപ്പന്മാർ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ട് അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് ദാസനായി തീർന്നു. അടുത്ത ദാൻ, ഏതൊരു ഇസ്രായേലി ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകും. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. പുറത്ത് കയറിയവൻ മലർന്നു വീഴും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഇപ്പോൾ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗാദ്, കവർച്ചപ്പട അവനെ ഞെരുക്കും, അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. ആശേർ ഗോത്രം, അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. നഫ്താലി, സ്വതന്ത്രയായി നടക്കുന്ന, അടുത്ത നഫ്താലിയാണ്, നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. ഇനിയാണ് ജോസഫിൻ്റെ ഇതിലേക്ക് നമ്മൾ വരുന്നത്. 22ാമത്തെ വചനം മുതലാണ് യോസഫിനെ കുറിച്ചുള്ള ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ വൈൻ, a fruitful vine near a spring whose branches climb over a wall. നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുകയാണ്. ദൈവം നിങ്ങളെയും അങ്ങനെ കണ്ടിരിക്കുന്നു. ഒരു ഫലപ്രദമായ വൃക്ഷമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നട്ട വൃക്ഷമാണ് നീയെങ്കിൽ ദൈവം നിന്നെ പരിപാലിക്കും. ഏറ്റവും നല്ല ഫലം കായ്ക്കുന്നൊരു വൃക്ഷമാക്കി ദൈവം മാറ്റും.
ഈ ഭാഗം വായിക്കുന്ന സമയത്തൊക്കെ അത് എൻ്റേതായിട്ട് ഞാനങ്ങ് വിശ്വസിക്കും, ഞാൻ ഏറ്റെടുക്കും. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, എന്നെയും ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നു. വിശ്വാസത്താൽ സ്വീകരിച്ചു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു, ഇസ്രായേലിൻ്റെ പാറയെ ഇടയൻ്റെ നാമത്താൽ തന്നെ. എന്ന് വെച്ചാൽ യാക്കോബിനെ സപ്പോർട്ട് ചെയ്യും. എത്ര വലിയ യുദ്ധം വന്നാലും, പ്രശ്നം വന്നാലും, കഷ്ടം വന്നാലും അവനെ സപ്പോർട്ട് ചെയ്യാൻ യാക്കോബിൻ്റെ വല്ലഭൻ എന്നുദ്ദേശിക്കുന്നത് യാക്കോബ് സേവിച്ച ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ പാറ, ഇസ്രായേലിൻ്റെ ഇടയൻ, അവൻ്റെ നാമത്തിൽ നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് കേട്ടോ, മുകളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, താഴെ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ജനനങ്ങൾ തുടങ്ങിയുള്ള സകലത്താലും വർധനവിനാലും അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ടു. അവ യോസഫിൻ്റെ തലയിലും അവൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. ചുരുക്കി പറഞ്ഞാൽ യോസഫിൻ്റെ അനുഗ്രഹം ശ്രദ്ധിച്ചാൽ അതിൽ മോശമായതൊന്നുമില്ല, എല്ലാം നല്ലത് മാത്രമാണ് പ്രവചിച്ചിട്ടുള്ളത്. കാരണം അവൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ശിക്ഷയൊന്നുമില്ല, ശാപങ്ങളൊന്നുമില്ല. വാട്ട് എ ക്യാരക്ടർ! യോസഫിനെ ദൈവം അതുപോലെ അവസാനം വരെ നടത്തി. എത്ര പേർക്ക് കൊതിയുണ്ട് ഇങ്ങനെ ഒന്നാകണം, അതുപോലെ എനിക്കൊന്നാകണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനാണ് ഈ ആഴ്ചകൾ മുഴുവൻ ഞാനിതിങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് മാധുര്യമുള്ളതാക്കി മാറ്റും, ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റും, ഉത്കൃഷ്ടമാക്കി മാറ്റും. ഓക്കെ, ഇനി അതിനുശേഷം പിന്നെ ബെന്യാമീനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ അവൻ ഇരപിടിച്ച് വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ഇസ്രായേൽ ഗോത്രം 12 ഇവയാകും. അപ്പോൾ ഈ എല്ലാവരെയും അതുപോലെ അനുഗ്രഹിക്കുകയും അതിനിടയിൽ ഭാവിയിൽ വരുന്ന കാര്യങ്ങളുടെ പ്രവചന ദൂതുകളും എന്തിനു പറയുന്നു, യഹൂദാ ഗോത്രത്തിൽ നിന്നും മശിഹ വരുന്നത് വരെ യാക്കോബ് പ്രവചിച്ചു വെച്ചു. മരിക്കാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കി, മരിക്കാൻ പോവുക. ദൈവത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ആയുസ് മുഴുവൻ കൊടുത്തൊരു മനുഷ്യൻ. ഇനി ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ. അവൻ അവരിൽ ഓരോരുത്തന് അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. ഇപ്പോഴേ പറയുക, ഞാൻ മരിച്ച ശേഷം നിങ്ങൾ മിസ്രൈമിൽ എന്നെ അടക്കരുത്, അവിടെ കൊണ്ടുപോയി അടക്കണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രാൻ നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ, മക്പേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വേണം അടക്കാൻ. അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യ സാറയെയും ഇസ്ഹാക്കിനെയും അവൻ്റെ ഭാര്യ റബേക്കയും അടക്കി. മുൻ തലമുറയിലെ കപ്പിൾസ് എല്ലാം അവിടെയാണ് അടക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഞാൻ ലേയും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോട് ചേർന്നു. വാട്ട് എ ലൈഫ്! ഇത് ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് എല്ലാ മക്കളും ചുറ്റിലും നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാ പ്രവചനവും അനുഗ്രഹം എല്ലാം ചെയ്ത ശേഷം തൻ്റെ കാലെടുത്ത് കട്ടിൽമേലേക്ക് വെച്ചു, പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ വാട്ട് എ ഫിനിഷ്! വാട്ട് എ ഗ്ലോറിയസ് ഫിനിഷ്! ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം സ്പർശിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയാം, നല്ല ഒരു ജീവിതാവസാനത്തിന് വേണ്ടി വേണം നമ്മൾ ലക്ഷ്യം വെച്ച് പോകാൻ. ഏത് രീതിയിലും ജീവിച്ചാൽ ഒരു നല്ല പര്യവസാനം കിട്ടണമെന്നില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവവചനത്തിൽ ജീവിക്കണം,
ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഈ യാക്കോബിൻ്റെ പ്രത്യേകത പണ്ടേ അദ്ദേഹം പറഞ്ഞു, തുടക്കം ജീവിതം തുടങ്ങിയ സമയത്ത് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചാൽ 10-1 ഞാൻ തന്നേക്കാം, നിനക്ക് വേണ്ടി ഞാൻ മാറ്റും. ഓഹ്, വാട്ട് എ ലൈഫ്! താൻ അതിൽ നിന്നു ഒരു കവനന്റഡ് ലൈഫ്. ഞാനിതെല്ലാം നിങ്ങളോട് കണ്ണിൽ നോക്കി പറയുന്നതുകൊണ്ട് എനിക്കറിയാം ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ലൈഫ് ട്രാൻസ്ഫർ, ക്യാരക്ടർ ട്രാൻസ്ഫർ ഈ വചനത്തിലൂടെ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ പോലും അറിയാതെ നല്ല ചില സ്വഭാവ ഗുണങ്ങൾ കർത്താവ് വെച്ച് പിടിപ്പിച്ച് പണിയുകയാണ്. ഇനി നമുക്ക് ഒരധ്യായം കൂടെ ഉള്ളൂ. നാളെ നമുക്ക് ഈ സീരീസ് തീർക്കാം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി എൻ്റെ വീഡിയോകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്ന ആദ്യമായി കാണുന്ന ചിലർ ദൈവവചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, പിടിക്കപ്പെടട്ടെ. അവസാനം വരെ ജീവിച്ച് നല്ലൊരു ജീവിതം തീർക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയും. ശുശ്രൂഷയുള്ളവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ലോർഡ്. കർത്താവ്, ഈ സമയത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ ചില സ്ഥലങ്ങളിൽ പഴുപ്പും വ്രണങ്ങളും ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അസ്ഥികൾ സംബന്ധിച്ചുള്ള രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗങ്ങളും പ്രയാസങ്ങളും എന്താണെങ്കിലും ചിലപ്പോൾ പൈശാചിക രോഗബന്ധനങ്ങളാകാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളത് മുറിഞ്ഞു മാറി, അഴിഞ്ഞു മാറി ജനങ്ങൾ സ്വതന്ത്രമാകട്ടെ. കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കാമോ? ഇപ്പോൾ ജനങ്ങളെ തിരുനാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു. ഏത് വിഷയത്തിലും വിടുതൽ അങ്ങ് നൽകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യൂട്യൂബിൽ കാണുന്നവർ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ദയവായി നിങ്ങൾ ചിലതെല്ലാം ടൈപ്പ് ചെയ്തിടുക. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ, പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം. സീ ടുമോറോ. ബൈ.